ഇന്ന് കുറച്ച് കപ്പലണ്ടി വാങ്ങിച്ചതിന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഇന്ന് നമ്മൾ പതിവില്ലാതെ വൈകുന്നേരം പാർക്കിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പാർക്കാണ്. അപ്പം ശ്വേത വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി. അപ്പം അവളെയും കൂട്ടി ഞാനും സേതി സായുമായിട്ടുള്ളൊരു ചെറിയ കുഞ്ഞ് ട്രിപ്പാണ്. നമ്മൾ ആദ്യമായിട്ടാട്ടോ 3 പേരും കൂടെ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത്. അല്ല, ഞാനും ഷാനുവും കുഞ്ഞുമായിട്ടാണ് വണ്ടിയിലൊക്കെ പോകാറുള്ളത്. ഇന്ന് സേതയും കൂടെ കൂട്ടി. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ചെറിയൊരു മെമ്മറിയും കൂടെയാണ്. ആദ്യമായിട്ട് ഞങ്ങൾ 3 പേരും പോകുന്ന ചെറിയൊരു കുഞ്ഞി ഡേ ഔട്ടെന്ന് പറയാം. അപ്പം നമ്മൾ കുറച്ച് നേരം സായുവായിട്ട് ഊഞ്ഞാലൊക്കെ ആടി അവനെ അതെല്ലാം കാണിച്ചൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം മാറി അവിടെ പോയി ഇരുന്നു. എന്നിട്ട് എല്ലാവരും കളിക്കുന്നതൊക്കെ അവനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ആൾ കുറച്ച് കുറുമ്പ് കൂടിയത് കൊണ്ട് അടങ്ങിയൊന്നും ഇരിക്കില്ല. അവന് താഴെ ഇറങ്ങണം, നടക്കണം, അങ്ങനത്തെയൊക്കെ ചിന്തയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവനെ താഴെ ഇറക്കേണ്ടത് തന്നെ വന്നു. അപ്പം അവിടുത്തെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ആട്ടോ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഓരോ റൈഡല്ല, ചെറിയ ചെറിയ റൈഡ്സ് ഒന്നും പറയാമല്ലേ. അപ്പോൾ അതിലിങ്ങനെ ആടുന്നതൊക്കെ കണ്ടപ്പോഴേക്കും നമുക്കതൊരു മെമ്മറി ആയിട്ടൊക്കെ കാണുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ അതിലൊക്കെ കയറാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ കയറിയ പൊട്ടിപ്പോകുമെന്നുള്ള പേടിയുണ്ട്. ഞാൻ കയറിയ പൊട്ടിപ്പോകുമെന്നുള്ള പേടിയും കൊണ്ട് ഞാനിങ്ങനെ സഹിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴേ നമ്മൾ നമ്മുടെ ബാല്യകാലത്തിലേക്ക് കിടക്കുകയാണല്ലോ. നമുക്ക് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഉടലെടുക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ കടലുണ്ടല്ലോ, നമ്മൾ വാങ്ങിയ കടലെടുത്ത് നമ്മൾ കഴിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ഒരു കുഞ്ഞു കൈയിൻ്റെ ഇടയിൽ കൂടെ പോയി എടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ എന്ത് കാണിച്ചാലും നമ്മുടെ പിള്ളേർ നമ്മളെ അത് കണ്ട് ഫോളോ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവന് നമ്മൾ കുറച്ച് കൊടുത്തു. ആളിപ്പോൾ ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ കുറച്ച് കട്ടിയുള്ളതൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ താഴെ ഇറങ്ങാൻ വേണ്ടി ഭയങ്കര വാശി പിടിച്ചപ്പോൾ നമ്മൾ അവനെ ഒന്ന് താഴേക്ക് ഇറക്കി, ഒന്ന് കളിക്കട്ടെ. അവന് ഇപ്പം മണ്ണിലൊക്കെ കളിച്ച് വളരേണ്ട പ്രായമാണല്ലോ. അപ്പം താഴെ ഇറക്കി ആളപ്പോൾ ഓരോന്നൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അവന് താഴേക്ക് ഇറക്കിയപ്പോഴേക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം അവനെ അവൻ്റെ വഴിക്കങ്ങ് വിട്ടു. അവൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും വീട്ടിൽ തന്നെ അടച്ചിരിപ്പാണ് മിക്കവാറും. വല്ലപ്പോഴും ഒക്കെ നമ്മളങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാറുള്ളൂ. അപ്പോൾ ആൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊക്കെ കാണുമ്പോഴൊക്കെ. നമ്മളപ്പോൾ കുറേ ഷോർട്സ് അവൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി നാളെ ഒരു കാലത്ത് അവൻ വലുതാകുമ്പോൾ അവൻ ഇതൊക്കെ കാണാമല്ലോ. അപ്പം നമ്മൾ കുറേ വീഡിയോസൊക്കെ അവൻ്റെ എടുത്തിട്ടുണ്ട്. കുറേ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഈ ഒരു സീസണിൽ ഇഷ്ടംപോലെ പൂക്കളൊക്കെ വിടരുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ ആ മരത്തിലൊക്കെ നിറയെ പൂക്കളായിരുന്നു. അപ്പം അതിൽ അവന് ചുറ്റുമൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് കുറേ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആൾ അവിടെ കളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പയ്യെ മറ്റേ ആ പിള്ളേരെ കണ്ടപ്പോൾ അവരുടെ അടുത്തോട്ട് പോകാൻ നോക്കി. ആ ഒരു റൈഡേ കയറാനൊക്കെ അവൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ കുഞ്ഞായതുകൊണ്ട് എനിക്ക് കയറ്റാനൊരു പേടിയായിരുന്നു. അപ്പോൾ ആ ചെറുക്കനോട് എന്തൊക്കെയൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണോ എന്തോ അവനെ എടുക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു കൈ നീട്ടിയത്. പക്ഷെ അവൻ കയറിപ്പോയി. സായി നാണം കെട്ടി. ഞാൻ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. അത് അവൻ എന്നെ ഇങ്ങനെ നോക്കിയത്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവരെന്നെ എടുക്കുവോ എടുക്കത്തില്ലയോ, എന്നെ കയറ്റുവോ കയറ്റത്തില്ലയോ എന്നൊക്കെ സംശയത്തിൽ ആഗ്രഹത്തിൽ അവനവിടെ നിന്ന്. പക്ഷെ അവരതിനെ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അവരവരുടെ പണി നോക്കി അവർ റൈഡിലൊക്കെ കയറി. പിന്നെ പയ്യെ ആൾ നടന്ന് ഫ്രണ്ടിലേക്ക് പോകാറായപ്പോൾ ഞാൻ പോയി പിടിച്ചു. കാരണം ഫ്രണ്ടിൽ മൊത്തം നല്ല മണലാണ്. ഇപ്പം തന്നെ ആൾ നന്നായിട്ട് ദേഹത്ത് മൊത്തം അഴുക്കായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പയ്യെ സേതയോട് പറഞ്ഞു അവനെ അങ്ങ് എടുത്തോ, നമുക്ക് പയ്യെ ഇറങ്ങിയേക്കാമെന്ന്. അപ്പോൾ ഏകദേശം സമയം ഒരു 6:30 6:45 ആകാറായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. ആ ഒരു പാർക്കിൻ്റെ അവിടെ ചെറിയൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൽ ഷാനു പറഞ്ഞിട്ടുണ്ട് അവർ കുഞ്ഞിലെയൊക്കെ എപ്പോഴും നീന്തിയൊക്കെ കളിക്കുമായിരുന്നെന്ന്. ആ കുളത്തിൽ ഇപ്പം അങ്ങനെ നീന്താനൊന്നും പറ്റത്തില്ല. അപ്പം അതിന് ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ചുറ്റും ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മളത് ചുറ്റി നടന്നാണ് വീട്ടിലേക്ക് പോയത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.